നമസ്കാരം, ഞാൻ വൈഗ. സ്കൂൾ തല വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തിലെ സ്കൂളുകൾ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ ഓഗസ്റ്റ് 14-ാം തീയതി നടന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാതൃകയിൽ വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് നടത്തിയ തെരഞ്ഞെടുപ്പ് മാതൃകയായി ഗവൺമെന്റ് HS അവനവഞ്ചേരി. UPHS ഹൈസ്കൂൾ വിഭാഗത്തിൽ പൂർണ്ണമായും വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചാണ് തെരഞ്ഞെടുപ്പ്. വിശദമായ റിപ്പോർട്ടിലേക്ക്. പൊതു തെരഞ്ഞെടുപ്പ് മാതൃകയിൽ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടത്തി ഗവൺമെന്റ് HS അവനവഞ്ചേരി. രാവിലെ കൃത്യം 10 മണിക്ക് തന്നെ വോട്ടിംഗിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. മനസ്സിന്റെ നിറമുള്ള മഷി കൊണ്ട് വിധിയിട്ട ചീട്ട്. വോട്ടിംഗിനായി HS-ൽ 2 ബൂത്തുകളും UP-ൽ 2 ബൂത്തുകളും സജ്ജീകരിച്ചു. രാവിലെ കൃത്യം 10:30-ക്ക് തന്നെ വോട്ടിംഗ് ആരംഭിച്ചു. പ്രിസൈഡിംഗ് ഓഫീസർമാരായും പോളിംഗ് ഓഫീസർമാരായും കുട്ടികൾ തന്നെയായിരുന്നു. HS-ലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ ഏറ്റെടുത്ത് നടത്തിയ ലിറ്റിൽ കൈറ്റ്സ് കുട്ടികളും UP-ലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ ഏറ്റെടുത്ത് നടത്തിയ JRC കുട്ടികളും. ഫസ്റ്റ് പോളിംഗ് ഓഫീസർ പേരുറക്കെ വിളിച്ചു പറഞ്ഞ്, സെക്കൻഡ് പോളിംഗ് ഓഫീസർ കയ്യിൽ മഷി പുരട്ടി, തേർഡ് പോളിംഗ് ഓഫീസർ ബാലറ്റ് നൽകി പൊതു തെരഞ്ഞെടുപ്പ് മാതൃകയിൽ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടന്നു. പൊതു തെരഞ്ഞെടുപ്പിന്റെ യഥാർത്ഥ രീതി കുട്ടികൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. HS-ൽ അച്ചടക്ക ചുമതലകൾ ഏറ്റെടുത്ത് നടത്തി SPC കുട്ടികളും UP-ൽ അച്ചടക്ക ചുമതലകൾ ഏറ്റെടുത്ത് നടത്തി സ്കൗട്ട് ആൻഡ് ഗൈഡ് കുട്ടികളും. സ്കൂൾ HM, സീനിയർ അധ്യാപകർ, മറ്റ് അധ്യാപകർ, കുട്ടികൾ എന്നിവർ അനുഭവങ്ങൾ പങ്കിട്ടു. സ്കൂൾ പാർലമെന്റ് ഇലക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജനാധിപത്യ രീതികൾ എങ്ങനെയാണെന്നും അതിൽ എങ്ങനെയാണ് ഇലക്ഷൻ നടത്തേണ്ടത് എന്നുള്ള രീതികൾ, ഇലക്ഷൻ പ്രൊസീജിയർ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന തരത്തിൽ തികച്ചും ഒരു ഇലക്ഷൻ എങ്ങനെയാണോ നടത്തുന്നത് ആ തരത്തിലുള്ള ഇലക്ഷൻ പ്രൊസീജിയറാണ് നടക്കുന്നത്. ജനാധിപത്യ സംവിധാനത്തെക്കുറിച്ച് കുട്ടികൾക്ക് അറിവ് കൊടുക്കുന്നതിന് വേണ്ടിയാണ് സ്കൂളുകളിൽ സ്കൂൾ ഇലക്ഷൻ നടക്കുന്നത്, സ്കൂളിലെ പാർലമെൻറ്റ് ഇലക്ഷൻ നടക്കുന്നത്. പക്ഷേ എല്ലാ തവണയും നമ്മുടെ സ്കൂളിൽ അത്രത്തോളം ഈ പാർലമെൻറ്റ് സംവിധാനം എങ്ങനെയാണ്, ഇലക്ഷൻ നടപടിക്രമങ്ങൾ എന്താണെന്നൊക്കെ അറിയിക്കാൻ ഉള്ള സാഹചര്യങ്ങൾ പലപ്പോഴും നടന്നിട്ടില്ല. പക്ഷേ ഈ വർഷം വളരെ ചിട്ടയോടുകൂടി നടക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. എന്താണ് പോളിംഗ് ഓഫീസർമാരുടെ ഉത്തരവാദിത്വം, എന്താണ് ഒരു കാൻഡിഡേറ്റ് എന്തൊക്കെ ചെയ്യണം, വോട്ടർ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ കൊടുത്തുകൊണ്ട് പോളിംഗ് ബൂത്തുകൾ സജ്ജീകരിച്ചുകൊണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൻ്റെ സഹായത്താൽ ചെയ്യുന്ന ഈ പ്രവർത്തനം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ കുട്ടികളിലേക്ക് എത്തിക്കുന്നതിന് വളരെ സഹായകരമാകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അതിന് ഏറ്റെടുത്ത് നടത്താൻ മുൻകൈ എടുത്ത ഇതിൻ്റെ ചുമതലക്കാരായ അധ്യാപകരെ എല്ലാവരും അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക. നമ്മുടെ രാജ്യം ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യത്തിൻ്റെ അവിഭാജ്യമായ ഘടകം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ സ്കൂൾ തിരഞ്ഞെടുപ്പ് ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് എങ്ങനെ നടത്താൻ എന്ന രീതിയിൽ നമ്മളിവിടെ ചെയ്തത്. അപ്പോൾ നിങ്ങളെല്ലാ കുട്ടികളും വളരെ ഹാപ്പി ആയിരുന്നു. അവർക്ക് പുതിയ അനുഭവമായിരുന്നു, പല കുട്ടികൾക്കും പുതിയ അനുഭവമായിരുന്നു. തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ ഉള്ളതാണെങ്കിലും നമ്മുടെ ക്ലാസ് റൂമിലും നമ്മുടെ ക്ലാസ് ലീഡേഴ്സിനെയും സ്കൂൾ ലീഡറിനെയും ചെയർമാനെയും ഒക്കെ തിരഞ്ഞെടുക്കുന്നത് ജനാധിപത്യ രീതിയിൽ തന്നെയാവണം. ഈ വർഷത്തെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എന്താണ് അഭിപ്രായം? കഴിഞ്ഞ വർഷത്തെ കാണല്ലേ ഈ വർഷം? നല്ല അനുഭവമായിരുന്നു. പുതിയ സാങ്കേതിക വിദ്യകൾ എങ്ങനെയൊക്കെയാണ് ഇലക്ഷനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി, പുതിയ രീതികളൊക്കെ മനസ്സിലാക്കാൻ പറ്റി. നല്ല അനുഭവമായിരുന്നു. ഇതിന്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്, ഇത് ഡീറ്റെയിൽ ആയിട്ട് നല്ല വിശദീകരിച്ച് നമുക്ക് എല്ലാം അറിയാനായിട്ട് സാധിച്ചു. പൊതു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സഹായിച്ചു. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി തന്നെ റിസൾട്ട് പ്രഖ്യാപിച്ചു. പ്രൊജക്ടറിന്റെ സഹായത്തോടു കൂടിയുള്ള റിസൾട്ട് പ്രഖ്യാപനം കുട്ടികളിൽ പുതിയ അനുഭവവും ആവേശവും ഉണ്ടായി. തുടർന്ന് വിജയിച്ചവരിൽ നിന്ന് സ്കൂൾ ചെയർപേഴ്സണെയും മറ്റ് ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. എന്തായാലും കുട്ടികൾ പൊതുതെരഞ്ഞെടുപ്പിന്റെ രീതികളും പ്രാധാന്യത്തെക്കുറിച്ചും മനസ്സിലാക്കട്ടെ. മറ്റൊരു വാർത്തയുമായി അടുത്ത ആഴ്ച കാണാം. ഗുഡ് ബൈ.